ആൾക്കൂട്ടത്തിലൊന്നും ചന്ദ്രകുമാർ ഇല്ല. പക്ഷേ അവിടെ വന്ന ചന്ദ്രകുമാറിനെ തിരിച്ചറിഞ്ഞ ലാലു ഓടിച്ചെന്ന് ചന്ദ്രേട്ട എന്ന് പറഞ്ഞ് വിളിച്ച് സന്തോഷിപ്പിച്ചു. ഇങ്ങനെ അഭിനയിക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന ദിവസമാണ് അഭിനയിക്കേണ്ടത്, ഇതുവരെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ സീനെടുക്കാൻ പോവുകയാണ്. സീനെടുക്കാൻ പോകുമ്പോൾ ഒരു മഴ പെയ്യുന്ന അന്തരീക്ഷത്തിലുള്ള സീനാണ്. ഞാനീ പറഞ്ഞു വരുന്നത്, ഇപ്പോഴത്തെ ചന്ദ്രകുമാറിനെ ഇന്നത്തെ സംവിധാന സഹായികൾക്കോ ടച്ചപ്പിനോ മറ്റുള്ളവർക്കോ അറിയണമെന്നില്ല. അറിയാതിരിക്കുമ്പോഴും ഉള്ള പെരുമാറ്റവും അറിഞ്ഞ ശേഷമുള്ളൊരു പെരുമാറ്റം ആരോടായാലും എപ്പോഴായാലും മാന്യതയോടെ ആയിരിക്കണം. അതിൽ വലുപ്പ ചെറുപ്പം നോക്കരുത്. അങ്ങനെ ഒരു സംഭവമാണ്. അത് തിക്താനുഭവം തന്നെയാണ് ആ ലൊക്കേഷൻ ഉണ്ടായത്. പക്ഷെ ചന്ദ്രൻ അത് കാര്യമാക്കിയിട്ടില്ല. എന്താ പ്രശ്നം എന്നറിയുമോ? ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നൊരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് പലരും ചന്ദ്രനെ കണ്ടത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ചന്ദ്രകുമാറിന് അവർ കൊടുത്തത്. ഇത് മോഹൻലാൽ അറിഞ്ഞിട്ടില്ല, നിർമ്മാതാവ് രഞ്ജിത്ത് അറിഞ്ഞിട്ടില്ല, സംവിധായകൻ തരുൺമൂർത്തി അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല ഈ പെരുമാറ്റം. അപ്പോൾ ചന്ദ്രൻ നിൽക്കേണ്ട ആസ്വദിക്കുകയായിരുന്നു. കാരണം എന്താ പറയുക, ഇപ്പോൾ ചില സീനിൽ നിൽക്കാൻ പറയുമ്പോൾ അതിൽ ചന്ദ്രൻ സജഷൻ ഷോട്ടിലെടുക്കും, ഇല്ലയെന്നറിയാം മറ്റു വക ഇരിക്കുമ്പോൾ. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചന്ദ്രൻ അഭിനയിച്ചത്. ഇത് മറ്റുള്ളവർക്ക് അറിയണമെന്നില്ല.